ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഒരു മൈൻഡ് ഗെയിം കണ്ട തൃപ്തിയിലിരിക്കുകയാണ്. എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെയാണോന്നൊന്നുമില്ല. എനിക്കത് അനീഷിന്റെ മൈൻഡ് ഗെയിമായിട്ടാണ് തോന്നിയത്. ബിഗ് ബോസ് ചലഞ്ചിനായിട്ട് ധൈര്യമുള്ള 3 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് അനീഷിനെയും ആര്യനെയും ജിസേലിനെയും തിരഞ്ഞെടുക്കുന്നു. ധൈര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആര്യനൊക്കെ അങ്ങോട്ട് പോകുന്നത്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്തുന്നു. ഓരോ പോഡിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഓരോരുത്തർ കയറി നിൽക്കുന്നു. അനീഷ് ആദ്യം തന്നെ എടുത്ത് വായിക്കുന്നത് ഇപ്പോൾ മുതൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല സീസൺ അവസാനിക്കുന്നത് വരെ എന്നാണ് അനീഷ് വായിക്കുന്നത്. ആ നിമിഷം തന്നെ അനീഷ് വാ പൂട്ടുകയാണ്. എനിക്ക് തോന്നുന്നു അനീഷ് എടുത്ത ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു അത്. അതിന്റെ കാരണം ഞാൻ പറയാം. അതിനുശേഷം അടുത്ത് ആര്യൻ വായിക്കാൻ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് അനീഷിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അനീഷ് മിണ്ടുന്നില്ല. 3 തവണ ബിഗ് ബോസ് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നിട്ടേ ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അനീഷ് മിണ്ടിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ പിന്നീട് അപ്പാനി വന്നിട്ട് നമ്മുടെ ആര്യന് വേണ്ടി അത് വായിച്ചു കൊടുക്കുന്നു. ജിസേലും വായിക്കുന്നു. അപ്പോൾ ആര്യന് കിട്ടിയത് ഒരു ജ്യൂസാണ്, ജിസേലിന് കിട്ടിയത് തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. ഇവർ 3 പേരും കൂടെ ചർച്ച ചെയ്തിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും ഇവർക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ അനീഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. വാ തുറക്കുന്നില്ല. ഇപ്പോൾ മുതൽ എന്നുള്ളത് അദ്ദേഹം വായിച്ചു. ടാസ്ക് ലെറ്റർ വായിച്ച് തീർന്ന തൊട്ടടുത്ത നിമിഷം അനീഷ് സൈലന്റ് മോഡിലോട്ട് പോവാണ്. പിന്നെ ആംഗ്യ ഭാഷ മാത്രം. ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേട്ടില്ല. അതിന് അനീഷ് ന്യായീകരണം പിന്നീട് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ആര്യന്റെയും ജിസേലിന്റെ അടുത്ത് വേറെ ചോയ്സ് ഇല്ല. അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാതിരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ചലഞ്ചാണ് അനീഷ് ഏറ്റെടുത്തത്. ചെറിയ കാര്യമല്ല, അത് വലിയൊരു ചലഞ്ചാണ്. അത് ഏറ്റെടുത്തിട്ടാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ നല്ലപോലെ തലമുണ്ടനം ചെയ്യാൻ പറ്റുന്നത് അനീഷിന്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കി. പക്ഷെ അനീഷ് മിണ്ടുന്നില്ല. ഈ ചലഞ്ചിൽ തന്നെ ഉറച്ചു നിന്നു. തനിക്ക് കിട്ടിയ ചലഞ്ച് ഏറ്റെടുക്കുക എന്നതായിരുന്നു അനീഷിന്റെ സ്ട്രാറ്റജി. മറ്റുള്ളവർക്ക് കിട്ടിയത് അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. പിന്നീട് വലിയ ചർച്ച നടന്നു, ബഹളമുണ്ടായി. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് കൂടെ വന്ന് സംസാരിക്കാൻ ബിഗ് ബോസ് പറയുന്നു. ആക്ടിവിറ്റി ഏരിയ പൂര പറമ്പായി. അവിടെ അഭിലാഷ് പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും കുറെ പേര് അനീഷിന്റെ പുറകെ പോയി. അനീഷ് സംസാരിക്കാത്തതുകൊണ്ട് വലിയ ബഹളമൊക്കെ നടന്നുവെങ്കിലും അനീഷ് ഉറച്ചു തന്നെ നിന്നു. ആര്യൻ ഒരു തരത്തിലും തയ്യാറല്ല തല മുണ്ടനം അടിക്കുന്നതിനായിട്ട്. തല മുട്ടയടിക്കാൻ തയ്യാറേ അല്ല. റിലീജിയന്റെ കാര്യമൊക്കെ വലിച്ചിടുന്നുണ്ട്. വെറുതെയാണ്. അതായത് 10,000 പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ മുട്ടയടിക്കാം, അല്ലെങ്കിൽ എവിക്ഷനിൽ പോകണമെന്നാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം എന്നൊക്കെ പറഞ്ഞ മോനാണ് മറ്റേ റിലീജിയന്റെ കാര്യം പറഞ്ഞത്. അതൊക്കെ വെറും സ്ട്രാറ്റജിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഒരു തരത്തിലും വില്ലിങ് ആവുന്നില്ല. ജിസേലും വില്ലിങ് ആവുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ അനീഷ് സംസാരിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അനീഷ് മുട്ടയടിക്കണമെന്ന് എല്ലാവരും കൂടെ പറയും എന്നുള്ളതല്ലാതെ അനീഷ് സംസാരിച്ചു എന്നത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കില്ല. ബ്രില്യൻ്റ് ആയിട്ട് അനീഷ് ഇവിടെ കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു എന്ന് മാത്രമല്ല, എല്ലാം തീർന്ന് ടാസ്ക് റദ്ദാക്കപ്പെട്ടതിന് ശേഷമാണ് അനീഷ് വാ തുറന്നത്. അപ്പൊ എല്ലാവരും കൂടെ അനീഷിനെ കടിച്ചു കയറാൻ പോയി. എന്തിന്? അനീഷിന് കിട്ടിയ ചലഞ്ച് അവരവിടെ പറഞ്ഞു വിട്ടു. അനീഷിന് കിട്ടിയ ചലഞ്ച് അനീഷ് ഏറ്റെടുത്തു. ജിസേലും ആര്യനും സുഹൃത്തുക്കളല്ലേ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാമായിരുന്നല്ലോ. ആര്യന്റെ തല എന്തേ മുട്ടയടിച്ചാൽ പോകത്തില്ലേ? ആര്യന്റെ തലയിലെ മുടി കൊഴിഞ്ഞാൽ പിന്നെ വരില്ലേ? എന്തേ മുട്ടയടിക്കാൻ പറ്റില്ലേ? അപ്പൊ ആര്യൻ ആ ചലഞ്ച് വേണമെങ്കിൽ ഏറ്റെടുക്കാമായിരുന്നു. ഇല്ലെങ്കിൽ തന്റെ ഇടത്തോടു കൂടി ജിസേൽ ചെയ്യണമായിരുന്നു. പല സ്ത്രീ മത്സരാർത്ഥികളും അവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ അവർ ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പോൾ അനാവശ്യമായിട്ട് ആ വഴക്കിൽ പോയി തലയും വെച്ച് കൊടുത്തില്ല. അനീഷ് ബ്രില്യൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? അനീഷിന്റെ ചലഞ്ചിൽ ഉറച്ചു നിന്നു. എന്നിട്ട് അവസാനം അനീഷ് പറയുന്നുണ്ട്, നേരത്തെ ബിഗ് ബോസ് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ് പറ്റിച്ചു. ഫാമിലി വീക്ക് വരാൻ പോണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറ്റിച്ചതാണ്. അപ്പൊ ഇത്തവണയും ബിഗ് ബോസ് പറ്റിക്കുന്നതായിക്കൂടെ? എങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബിഗ് ബോസിനെ? ഈ 7ന്റെ പണിയുടെ സീസണിൽ എന്ത് പണി വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ ഞാൻ ടാസ്ക് ലെറ്റർ വായിച്ച നിമിഷം മുതൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മിണ്ടാതെ നിന്നു. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ബിഗ് ബോസ് പറയും നിങ്ങൾ ടാസ്കിൽ ഫെയിലായി, കാരണം ഇപ്പോൾ മുതൽ എന്ന് ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നു. ഇത് 7ന്റെ പണിയുടെ സീസൺ അല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അനീഷ് എന്നായിരിക്കും ബിഗ് ബോസ് ചോദിക്കുക. അത് വാലിഡ് പോയിന്റ് ആണെന്നേ. ബിഗ് ബോസ് തന്നെ ട്രിക്കി ആയിട്ട് അവിടെ കളിക്കുമ്പോൾ ഒരു തരത്തിലും അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല. ബ്രില്യൻ ഗെയിമർ എന്ന് മാത്രമല്ല, ഒന്നാം തരം മൈൻഡ് ഗെയിമർ. ബാക്കിയുള്ള എല്ലാവരും കൂടെ അവിടെ കിടന്ന് തമ്മിലടിച്ചപ്പോൾ കൂളായിട്ട് ഗെയിമിലെ മാസ്റ്റർ ആയിട്ട് ഒരു സൈഡിൽ മിണ്ടാതെ നിൽക്കുകയാണ് അനീഷ് ചെയ്തത്. ലൈവ് കണ്ടവരൊക്കെ ഞെട്ടിയിട്ടുണ്ടാവും. എപ്പിസോഡ് ഇന്ന് പൊളിയായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.